ആലപ്പുഴ ചാരുമൂട്ടിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കിയെന്നാണ് പരാതി. വെള്ളിക്കുന്നം സ്വദേശി ശശിയാണ് മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നെടുത്ത ലോണിന്റെ തിരിച്ചടവ് വൈകിയതായിരുന്നു ഭീഷണിക്ക് കാരണമെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം 5:30യോടെയാണ് ശശിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ കുറുത്തുകാട് ശാഖയിൽ നിന്ന് 55,000 രൂപയും താമരക്കുളം ശാഖയിൽ നിന്ന് 60,000 രൂപയുമാണ് ശശി ലോണെടുത്തത്. മരുമകളുടെ പേരിലായിരുന്നു ലോൺ. ഒരാഴ്ചത്തെ തിരിച്ചടവ് തുകയായ 2,768 രൂപ വൈകിയതിന് വീട്ടിലെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് ശശിയുടെ മരുമകൾ ആര്യ പറയുന്നു. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം പുറത്തിയാട് ഫിനാൻസിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അച്ഛൻ്റെ വളരെ മോശമായിട്ട് സംസാരിച്ചത്. ഇവർ വന്നു പോയതിനു ശേഷം അച്ഛൻ അന്ന് വീട്ടിൽ വന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ വരുന്നത്. രാവിലെ വന്നപ്പോഴാ പുറത്തിയാട് നിന്ന് ആൾക്കാർ ഇവിടെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. കുടിശ്ശിക തുക ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും കുറുത്തുകാട് ബ്രാഞ്ച് മാനേജർ പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ താമരക്കുളം ബ്രാഞ്ച് അധികൃതർ തയ്യാറായില്ല. ആത്മഹത്യയ്ക്ക് പിന്നാലെ സ്ഥാപനം അടയ്ക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പരാതിയിൽ വള്ളികുന്നം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 ആലപ്പുഴ.